Amen. കർത്താവിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയിൽ നിങ്ങളോടുകൂടെ ഇന്ന് ആരാധനയിൽ പങ്കെടുക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന അവസരത്തിനായിട്ട് ദൈവത്തിന് ആദ്യമായി ബഹുമാനവും സ്തോത്രവും അർപ്പിക്കുകയാണ്. At the onset, I give glory and praise unto the Heavenly Father who gave us this opportunity to worship with all of you this morning. പാസ്റ്റർ ജേക്കബ് മാത്യു കുടുംബം, പാസ്റ്റർ ഫിനോയ് ജോൺസൺ, അവരോടൊപ്പമുള്ള അസോസിയേറ്റ് പാസ്റ്റേഴ്സ്, ഈ ആരാധനയുടെ ഉത്തരവാദപ്പെട്ട ശുശ്രൂഷകൾ നിർവഹിക്കുന്ന നിങ്ങളെല്ലാവരും, കടന്നു വന്ന ദൈവത്തിൻ്റെ മക്കൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുകയാണ്. Greetings in the name of the Lord Jesus Christ to the pastors here, all the associate pastors, and all the servants of God and the people of God who have gathered here this morning. പ്രത്യേകിച്ച് പാസ്റ്റർ ജോർജ് തോമസ്, പാസ്റ്റർ മോൻസി ജോർജ്, അവരെ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. വളരെ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു അവസരം ദൈവം അവരോടൊപ്പം ഞങ്ങൾക്ക് നൽകി. Pastor George Thomas and Monsi Pastor are my siblings, and it's been many years since I've had the opportunity to be with them, and I praise God for this wonderful time. ബെഥേൽ ബൈബിൾ കോളേജിലെ ഒരു ഗ്രാജുവേറ്റ് ആയിരിക്കുന്ന മനോജ്, അദ്ദേഹം ഇവിടെയുണ്ട്. അവരെയും അതുപോലെ പരിചയമുള്ള ചില പ്രിയപ്പെട്ടവരെയും കാണാനിടയായി. നിങ്ങളെല്ലാവരെയും കർത്താവിൽ വന്ദനം ചെയ്യും. I extend my greetings to all of you and many people that I know, and also to Brother Manoj, who's a graduate of the Bethel Bible College. 98ാമത്തെ അധ്യയന വർഷത്തിലാണ് ബഥേൽ ബൈബിൾ കോളേജ് ഈ വർഷം. ഈ ജൂൺ മാസം 26-ാം തീയതി പുതിയ ഈ വർഷത്തെ ക്ലാസ്സുകൾ ആരംഭിച്ചു. നിങ്ങളുടെ പ്രാർത്ഥനാ സ്ഥാപനത്തിന് വേണ്ടി ചോദിക്കുന്നു. കഴിഞ്ഞ 33 വർഷങ്ങളായി ഞങ്ങൾക്ക് ആ സ്ഥാപനത്തോട് ചേർന്ന് ശുശ്രൂഷിക്കാൻ ദൈവം അവസരം നൽകി. God has given us the opportunity to work alongside the Bible College in Punalur for the last 38 plus years, and I request your prayers for that institution as the classes for this academic year started in the month of June. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ തിരുവെഴുത്തുകളെ തുറക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9 മുതൽ അതിൻ്റെ 13 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് തിരുവചന ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നാൽ ഈ വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നില്ല. നിങ്ങൾക്ക് ബൈബിൾ കയ്യിലുള്ളത് കൊണ്ട് അത് നോക്കാവുന്നതാണ്. നമ്മുടെ ലഭ്യമായ സമയത്തിനുള്ളിൽ കർത്താവ് എനിക്കെന്ന ഒരു ആലോചന ഇവിടെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. For this morning meditations, I'll base my thoughts on the book of Revelation, chapter 1, verses 9 through 13. For the limitation of time, we're not going to take time to read all the passages this morning. ഇന്ന് രാവിലെ നാം യേശു കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം ബൈബിൾ സ്റ്റഡി കർത്തദാസിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. വളരെ ഇൻഫോർമേറ്റീവായ, തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു പഠനമായിരുന്നു. ദൈവത്തിൻ്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വേദഭാഗത്തിൽ കൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തു എന്നുള്ളതാണ്. ദ വിഷൻ ഓഫ് ദി ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റ്. ഇന്ന് രാവിലെ നമുക്ക് അതിന് കർത്താവ് കൃപ നൽകട്ടെ. This morning we had the wonderful privilege of listening from the Word of God, understanding the importance of having Christ with us, walking with the Lord Jesus Christ. May the Lord bless the servant of God who ministered from us during the Bible study. And this morning my topic is the glorification of the Lord Jesus Christ. The vision of the glorified Christ. അതാണ് ഈ 1-ാം അധ്യായത്തിലെ പ്രതിപാദ്യം എന്ന് പറയുന്നത്. 9 മുതൽ അതിൻ്റെ 20 വരെയുള്ള വാക്യങ്ങൾ അതിനെക്കുറിച്ചാണ് നമ്മോട് പറയുന്നത്. ഇന്ന് രാവിലെ ഇവിടെ നാം കടന്നു വന്നത് ഈ മനോഹരമായ സ്വാങ്ചറി, ഇവിടെയുള്ള ആരാധനാ സംവിധാനങ്ങൾ, പുതുതായി വരുന്ന എന്നെ പോലെയുള്ള ഒരാളിന് കുറച്ച് സമയങ്ങൾ ഇതിലേക്കൊക്കെ ശ്രദ്ധ പതിയാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ നമ്മൾ ഇവിടെ വന്നതിന് ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശമേ ഉള്ളൂ. അത് മഹത്വീകരിക്കപ്പെട്ടവനായ യേശുവിൻ്റെ ദർശനം കണ്ട് അവന് നമ്മെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. We may come to the sanctuary because it's a beautiful sanctuary. We may get to meet people or to be introduced to guests that come, or people like me have an opportunity to come and minister for some time. But beyond all that, when we come into the sanctuary of God, our desire must be to have a vision of the glorified Jesus Christ. ഈ വേദഭാഗത്ത് നിന്ന് ഒരു 5 കാര്യങ്ങൾ നാം മനസ്സിലാക്കുന്നു. ഒന്ന്, യോഹന്നാൻ ആത്മനിറവിലായി എന്നുള്ളതാണ് ഒന്നാമത്തെ വസ്തുത. The first reality, the first truth that we see in this passage is that John was in the Lord, in the Spirit of the Lord. രണ്ടാമത് അദ്ദേഹം പറയുന്നു, ഞാൻ ദൈവത്തിന്റെ ശബ്ദം, കാഹളത്തിനകത്ത് ഒരു ശബ്ദം കേട്ടു എന്ന് പറയുന്നു. Secondly, John says, I heard the voice of God like a trumpet. മൂന്നാമത് അദ്ദേഹം പറയുന്നു, ഞാൻ മനുഷ്യപുത്രനോട് സദൃശനായവനെ കണ്ടു. Third, he says, I saw the one that looks like the Son of Man. നാല്, മനുഷ്യപുത്രന്റെ കാൽക്കൽ വീണു.
Fourth, I fell at the feet of the Son of Man. And verse 18, കർത്താവിൻ്റെ കരം ഈ ദൈവദാസന്റെ മേൽ വന്നു. In verse 18, the hand of the Lord came upon John. ഇന്ന് രാവിലെ സഹോദരങ്ങളെ, ഈ ആരാധനയ്ക്ക് വന്നിട്ട് ഈ 5 അനുഭവങ്ങൾ നമ്മുടേതായി മാറണം. As we come into the presence of God, these 5 realities that John experienced must be true in our life also. ഒരു കർത്തൃദിനത്തിന്റെ അവസ്ഥയിൽ അല്ലെങ്കിൽ ദിവസമാണ് യോഹന്നാൻ ഇത് ഉണ്ടായത്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും മറ്റൊരു കർത്തൃ ദിവസം ഞാനും നിങ്ങളും ആരാധനയ്ക്ക് വരുമ്പോൾ ഈ 5 അനുഭവങ്ങളും ദൈവം നമുക്ക് നൽകണം. അതിന് ഇന്ന് രാവിലെ ഈ വചന ശുശ്രൂഷ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. Several centuries ago, John was on the day of the Lord, and several centuries after, we sitting here this morning on the day of the Lord must have the same desire to experience the same 5 realities that John experienced. യോഹന്നാൻ പറയുന്നു, നിങ്ങളുടെ സഹോദരൻ യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന് ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷി നിമിത്തം പത്മോസ് എന്ന ഒരു ദ്വീപിലായിരുന്നു. John says, I, John, your brother, your companion, and in tribulation and the kingdom and the patience of Christ is now in the island of Patmos for the sake of the Lord Jesus Christ. നിങ്ങളിൽ ചിലർ പക്ഷേ സന്ദർശിച്ചിട്ട് ഉണ്ടാകാം, യൂറോപ്പിലൊക്കെ പോകുന്നവർക്ക് ഇത് കാണാം. 10 മൈൽ നീളം 5 മൈൽ വീതിയുള്ള എഫസോസിൽ ഒരു 100 മൈൽ തെക്ക് പടിഞ്ഞാറായി കിടക്കുന്ന ഈജിയൻ കടലിന്റെ തീരത്തുള്ള ഇന്ന് ഗ്രീസിന്റെ അധീനതയിലുള്ള ഒരു ദ്വീപാണ് ഈ പത്മോസ്. The island of Patmos is 10 by 5 miles, and it lies at the south of the Aegean Sea. ഇന്നതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. റിസോർട്ടുകളൊക്കെ ഉണ്ട്. യോഹന്നാന്റെ കാലത്ത് കുറ്റവാളികളായ ആളുകളെ നാടുകടത്താൻ റോമൻ ഗവൺമെന്റ് ഉപയോഗിച്ചിരുന്ന ഒരു മാർഗമാണ് ഈ പത്മോസിലേക്ക് നാടുകടത്തുക എന്നുള്ളത്. The island of Patmos is today's a resort and tourist destination, but back in the time of John, it was actually a place where criminals were exiled to. പക്ഷെ യോഹന്നാൻ പറയുന്നില്ല ഞാൻ നാടുകടത്തപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് I was in Patmos, ഞാൻ പത്മോസിലായിരുന്നു എന്നാണ് പറയുന്നത്. John doesn't talk about it, the fact that he was exiled to the island of Patmos. He said, I was placed there, I was in the island of Patmos. 2 കാരണങ്ങൾ. ഒന്ന് ദൈവത്തിന്റെ വചനം, മറ്റൊന്ന് യേശുവിന്റെ സാക്ഷ്യം. യേശു കർത്താവാണ്, യേശു രാജാവാണ്, യേശു രക്ഷിതാവാണ്, യേശു ദൈവമാണ്. ഇത് ആദിമസഭ പ്രഖ്യാപിച്ചു. ആ സാക്ഷ്യത്തിന്റെ പേരിലാണ് ദൈവദാസനെ അവിടേക്ക് നാടുകടത്തിയത്. The reason John says I was there is because, one, for the word of God, and secondly for the testimony of the Lord Jesus Christ. The testimony that he gave was Christ is King, Christ is Redeemer, Christ is Savior, and for that testimony he was in the island of Patmos. സഹോദരങ്ങളെ, ദൈവവചനവും യേശുവിന്റെ സാക്ഷി നിമിത്തം നിങ്ങളും ഞാനും കഷ്ടതയിൽ ഏകപ്പെടുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. People of God, when we suffer persecutions for the sake of the Lord Jesus Christ, we must have the assurance that Christ takes care of our needs. He is the one responsible for us if we go through that situation. പത്മോസ് എന്നാൽ ഇന്ന് നമുക്ക് ഒരു സിംബോളിക്കൽ ടേമാണ്. എന്തിന്റെ? കഷ്ടതയുടെ, ഒറ്റപ്പെടുത്തലിന്റെ, തിരസ്കാരത്തിന്റെ, നിന്ദയുടെ, അപമാനത്തിന്റെ, കണ്ണുനീരിന്റെ ഒക്കെ പ്രതീകമായി പത്മോസ് നിലകൊള്ളുകയാണ്. Now the island of Patmos sins as a symbolic thing, symbolic to the rejection, the neglection, the ridicule, and the persecutions and the pain that we suffer on a daily basis. എന്നാൽ ഇന്ന് രാവിലെ ആശ്വാസമുള്ളത് പത്മോസിൽ നമ്മൾ ഏകരല്ല. പത്മോസിൽ ഇറങ്ങി വരുന്ന ഒരു കർത്താവ് ഇന്ന് രാവിലെ ഇവിടെയുണ്ട്. But the comforting fact is that even though we may be alone in the island of Patmos, we're never alone, because even there the presence of God, Christ himself, will come and accompany us in our midst of us. 10ാമത്തെ വാക്യം മലയാളം ബൈബിളിൽ ഒരു ചെറിയ വാക്യമാണ്. ഇംഗ്ലീഷിൽ കുറച്ച് ലെങ്തി ആയിട്ട് 10ാമത്തതും 11ാമത്തെ വാക്യം ചേർത്ത് പറയുന്നു. 10ാമത്തെ വാക്യം മലയാളത്തിൽ കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി എന്ന് എഴുതിയിട്ടുള്ളൂ. In Malayalam, the verse 10 and 11 is divided into 3 portions, but in English it's a longer verse. In Malayalam it says, I was in the Spirit on the Lord's day. I was in the Spirit on the Lord's day. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മനിറവിലായി. On the day of the Lord, I was filled with the Spirit. എവിടെയാണ് സഹോദരങ്ങളെ? അത് എഫെസോസിലെ സഭയുടെ സാങ്ച്വറിയിലല്ല. ഈ ആരുമില്ലാത്ത ഇടത്ത്, കൂട്ടാളികളില്ലാത്ത ഇടത്ത്
ഒറ്റപ്പെട്ട പത്മോസിൽ ആത്മനിറവിലാകാൻ കഴിയുമോ? Where did this happen? Where was he filled with the Spirit? It was not in a beautiful sanctuary at the church of Ephesus, but he was in a place where he was all alone in that island, and he was filled with the presence of the Spirit. കർത്തൃദിനം എന്ന് പറയുന്നതിന് അർത്ഥമുണ്ട്. എന്താ അതിന്റെ അർത്ഥം? യഹൂദന്മാർക്ക് ലാസ്റ്റ് ഡേ ഓഫ് ദ വീക്കാണ് ആരാധനയുടെ ദിവസം, വിശ്രമത്തിന്റെ ദിവസം. പക്ഷേ ക്രിസ്ത്യാനികൾ ക്രിസ്തുവിന്റെ ഉയർപ്പോടുകൂടെ ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്കാണ് ആരാധനയ്ക്കായി അപ്പം നുറുക്കലിനായി അവർ കൂടി വന്നത്. The day of the Lord carries a significance for the Jewish heritage. The day of the Lord, the day they worship, is the last day of the week. That's their Sabbath day. But for those of us who are Christians, for us it's the first day of the week that we come together to break bread and to worship. റോമാക്കാർക്ക് അത് സൺഡേ ആണ്, സൂര്യദേവന്റെ ദിവസം. പക്ഷേ ക്രിസ്ത്യാനികൾ ആ നിലയിലല്ല ആ ദിവസത്തെ കാണുന്നത്. അത് യേശുവിന്റെ ദിവസമാണ്. The Romans may look at it as the Sunday of the day of the sun god, but for us Christians that's not that meaning at all. We look at it as the day the Lord raised, the day of Christ. നമ്മൾ ആ സുവിശേഷത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മാത്യൂസ് ഗോസ്പൽ 27 വേഴ്സസ് 62 onwards, 28 verse up to verse 6 നമ്മൾ ആ വേദഭാഗം വായിക്കുമ്പോൾ ഒരു കാര്യം അറിയാൻ കഴിയും. യേശുവിനെ ക്രൂശിച്ചു, അരിമത്യക്കാരൻ ജോസഫിന്റെ കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. യഹൂദന്മാർ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് പറയുന്ന കാര്യം, യജമാനനെ അവൻ ചതിയനാണ്, ജീവിച്ചിരുന്നപ്പോൾ ഉയർത്തെഴുന്നേൽക്കും എന്ന കാര്യം ഓർമ്മ വരുന്നു. അതുകൊണ്ട് 3 ദിവസത്തേക്കെങ്കിലും നീ കല്ലറ ഒന്ന് ഉറപ്പാക്കി തരണമെന്ന് പറഞ്ഞു. When the people captured Christ and he was led to be crucified, he was buried in the tomb of Joseph of Arimathea. Then the people remembered that Christ had said that in 3 days he will rise up, knowing that these people went to Pilate and said, he promised us, he will deceive us, he told us he will be risen in 3 days, so at least for 3 days go put a stone in the tomb. സഹോദരങ്ങളെ, പീലാത്തോസ് പറഞ്ഞു, കാവൽക്കൂട്ടത്ത് തരാം, നിങ്ങളെല്ലാവുന്നിടത്തോളം ഉറപ്പാക്കുവിൻ. 66 വചനം നമ്മോട് പറഞ്ഞു, അവർ ചെന്നു കല്ലറയ്ക്ക് മുദ്ര വെച്ചു, കാവൽക്കൂട്ടത്തെ നിർത്തി കല്ലറ ഉറപ്പാക്കി. ഇനി എന്തെങ്കിലും സംഭവിക്കുമോ? പീലാത്തോസിനും ഹെരോദാവിനും കയ്യഫാവിനും ഹന്നാവിനും സെൻഹദ്രീമിനും അല്ല, സാധാരണക്കാർക്കും അറിയാം ഇനി ഒരു കാര്യവും നടക്കില്ല. പക്ഷേ 28-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യം നമ്മൾ ധ്യാനിക്കുമ്പോൾ കല്ലറ തുറന്നു. സഹോദരങ്ങളെ, ഇന്ന് രാവിലെ നിങ്ങളും ഞാനും വന്നത് അടയ്ക്കപ്പെട്ട കല്ലറയുടെ അടുക്കലല്ല, തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ അടുക്കലാണ്. When Pilate was given this plea, Pilate said, I will give you what you need. He gave the guards, he gave the seal, they sealed the tomb, and they thought, Pilate and Herod and the Sanhedrin, everybody thought the case is closed. But what we see is on the 3rd day, he rose again. We must realize this morning, we're not sitting in front of a closed tomb, but we're sitting in front of an open tomb, the one who became victorious over death. സഹോദരങ്ങളെ, ആ കല്ലറയുടെ അടുക്കൽ 2-3 സ്ത്രീകളാണ് ആദ്യം പോയത്. അവരിൽ ഒരാളാണ് യേശുവിനെ ആദ്യം കണ്ടത്. അവർ പറയുന്നു, ഈ കല്ലറയുടെ വാതിക്കൽ നമുക്ക് വേണ്ടി ആര് കല്ലുരുട്ടി മാറ്റും? ഗോസ്പൽ ഓഫ് മാർക്ക് ചാപ്റ്റർ 16 വേഴ്സ് 1 to 3. അവർ പറയുന്നു, ആര് കല്ലുരുട്ടി മാറ്റും? ആരും മാറ്റാൻ സഹായിക്കില്ല. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളും ഞാനും ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എൻ്റെ കല്ല് ആര് ഉരുട്ടി മാറ്റും? നസ്രയന്റെ കല്ലറ വാതിക്കൽ നിന്ന് കല്ല് ഉരുണ്ടുമാറിയെങ്കിൽ യേശുവിനെ ആരാധിക്കുന്ന വിശുദ്ധന്മാരെ നമ്മുടെ കല്ലുകളും ഇന്ന് രാവിലെ മാറിപ്പോകാനിടയാകും. The ladies who came to the tomb in the very first asked themselves who would remove the stone for us, and they didn't know who would do that for them. But we all must realize, if the stone that was placed before the tomb of Christ was rolled away, every situation that we face, and we ask the question, who will remove the stone from us? We must realize that same power will remove the stone that stands in front of us. ഇന്ന് രാവിലെ സഹോദരങ്ങളെ, അതുകൊണ്ട് ആ തുറക്കപ്പെട്ട കല്ലറയ്ക്കായി സ്തോത്രം ചെയ്യാം. അവിടെ ദൂതൻ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, he is not here, അവൻ ഇവിടെ ഇല്ല. Because of the open tomb we can praise God. അതുകൊണ്ടാണ് ദൂതന്മാർ പറഞ്ഞത്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ ചിലൊക്കെ പലസ്തീനിൽ ഇസ്രായേൽ പോയിട്ടുണ്ടായി, ഞാൻ പോയിട്ടില്ല. എങ്കിലും ആളുകൾ പറഞ്ഞു കേട്ടുള്ള ഒരു കാര്യമുണ്ട്, അവിടെ ഒരു ചാപ്പലുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട് he is not here. പക്ഷെ അവിടെ വരെ പോകണമെന്നില്ല. ഇന്ന് രാവിലെ നമുക്കൊരു കാര്യം അറിയാം,
പറയാം, Jesus. he is not there, but he is here among us to heal us. ഇന്ന് രാവിലെ സൗഖ്യമാക്കാൻ, ബലപ്പെടുത്താൻ യേശു ഉയർത്തെഴുന്നേറ്റവൻ ഇന്ന് രാവിലെ ഇവിടെയുണ്ട്. You may or may not have been to Palestine. You may not have seen the inscription written on there that he's not there. It doesn't matter if we've been there or not. One thing we can be sure of, he's not there. He's in the midst of us this morning. Every worship service is a celebration. It's a celebration of the victory of Christ. It's a commemoration of the resurrection of Christ. ക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിച്ച ഒരു വിജയത്തിന്റെ സന്തോഷവും ആനന്ദഘോഷവുമാണ് ഓരോ ആരാധനയ്ക്കും നമ്മുടെ കൂട്ടായ്മയും. സഹോദരങ്ങളെ, യോഹന്നാൻ പറയുന്നു, on the Lord's day, ആ കർത്താവിന്റെ കർത്ത ദിവസത്തിൽ ഞാൻ ആത്മനിറവിലായി. John says, on the Lord's day I was filled with the Spirit. സഹോദരങ്ങളെ, പത്മോസിൽ ആത്മനിറവിലാകാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ആത്മനിറവ്. When you can be filled with the Spirit in a lonely situation or when you're neglected like in the island of Patmos, that is the great filling. അനുഗ്രഹിക്കപ്പെട്ട മ്യൂസിഷ്യൻസ് ഇവിടെ ഉണ്ടായിരുന്നു, വർഷിപ്പ് ലീഡേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യത്തിൽ നമുക്ക് ആത്മനിറവിലാകാൻ ഒരു വർദ്ധിച്ച പ്രചോദനം കിട്ടും. പക്ഷേ ഈ മൺഡേ ടു സാറ്റർഡേ നിങ്ങൾ തനിയെ പ്രതിസന്ധികൾ കടന്നു പോകുമ്പോൾ ആത്മനിറവിലാകാൻ കഴിയുന്നെങ്കിൽ അതാണ് ശരിയായ ആത്മനിറവ്. When we have great musicians and worship leaders that lead us, we are easily encouraged to be filled with the Spirit. But Monday through Saturday, when we're facing battles and challenges all on our own, then if you can be filled with the Spirit, that is true filling of the Holy Spirit. പറഞ്ഞു ആത്മനിറവിലായി. ഇത് മാത്രമല്ല, അടുത്ത അദ്ദേഹം പറയുന്നു 11-ാം വാക്യം, ഞാൻ കാഹളത്തിനൊത്ത ഒരു മഹാനാദം കേട്ടു. John first said, I was in the Spirit on the Lord's day, and the next thing he says is, I heard a loud voice as of a trumpet. ഇന്ന് രാവിലെ ഞാനും നിങ്ങളും ഇവിടെ വന്നത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയാണ്. The reason why we have come here this morning is to hear the voice of God. സഹോദരങ്ങളെ, മൺഡേ ടു സാറ്റർഡേ ഞാനും നിങ്ങളും കേൾക്കുന്നത് ഭീതിയുടെ, നിരാശയുടെ, കൊടുങ്കാറ്റിന്റെ, പേമാരിയുടെ അല്ലെങ്കിൽ കാറ്റിന്റെ, നശീകരണത്തിന്റെ ശബ്ദമാണെങ്കിൽ ഇന്ന് രാവിലെ ആരാധനയിൽ ദൈവപൈതൽ കേൾക്കേണ്ടത് കർത്താവിന്റെ ശബ്ദമാണ്. If on Monday through Saturday you're inundated with voices of discouragement and negativity and fear and nightmares, all those things, when we come in the presence of God, we must hear the voice of God. സഹോദരങ്ങളെ, ഇന്ന് രാവിലെ ആ കർത്താവിന്റെ ശബ്ദം ഒരു പാട്ടിൽ കൂടെയാകാം, പ്രാർത്ഥനയിൽ കൂടെയാകാം, ഒരു പാട്ടുകൾ കൂടെയാകാം, ഒരു പ്രബോധനത്തിൽ കൂടെയാകാം, അല്ല ഈ വചനത്തിന്റെ അതേ എക്സ്പോസിൽ കൂടെയാകാം. ഏതാണെങ്കിലും ഇന്ന് രാവിലെ എനിക്കും നിങ്ങൾക്കും കേൾക്കേണ്ടത് കർത്താവിന്റെ ശബ്ദമാണ്. That voice of God you may hear may come from a song lyric, it may come through the prayer, it may come through an exhortation, it may come from the meditation of the word of God, but it doesn't matter how it comes. Our primary objective is, let us hear the voice of God. ചക്രവർത്തിയുടെ ശബ്ദത്തിന് ആ സാമ്രാജ്യം മുഴുവൻ വിലയുണ്ട്, ശക്തിയുണ്ട്. ചക്രവർത്തി വലിയ തോതിൽ ഒന്നും പറയേണ്ടതില്ല. യോഹന്നാനെ, ക്രിസ്ത്യൻ ലീഡേഴ്സിനെ നാടുകടത്തുക എന്ന് കുറച്ചു പേരോട് പറഞ്ഞാൽ മതി. ഒടുവിൽ അത് ശിവായിയുടെ അടുക്കലെത്തും. അദ്ദേഹമാ ഇയാളെ തിരഞ്ഞുപിടിച്ച് കൊണ്ട് പത്മോസിലിട്ടത്. പക്ഷേ ഇന്ന് രാവിലെ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു, യോഹന്നാൻ അവിടെ കേട്ടത് ആ ശബ്ദമല്ല, ചക്രവർത്തിക്കും മുകളിൽ മറ്റൊരുവരുണ്ട്. അതേ, സ്തോത്രം ഇവിടെ പറയുന്നു, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ കർത്താവിന്റെ ശബ്ദം ഇന്ന് രാവിലെ നമ്മുടെ കാതുകളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ ഈ സാങ്ച്വറിയിൽ മുഴങ്ങട്ടെ ദൈവമക്കളെ. John was exiled because of the voice of the commandment of the emperor, but it's not the emperor's voice that he heard in the island of Patmos. He heard the voice of God, the one who was, the one who is, and the one who's yet to come, and that's the voice that he heard. അതാണ് അദ്ദേഹത്തിന് രണ്ടാമതുണ്ടായ അനുഭവം. മൂന്നാമത്തെ അനുഭവം 13-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഈ കാഹളത്തിനൊത്ത ശബ്ദം എവിടെ കേട്ടു, അത് കാണാനായിട്ട് ഞാൻ തിരിഞ്ഞു എന്നാണ് പറയുന്നത്. The third thing that John says is, I heard this voice as of a trumpet, so I turned to look to see where it was coming from. സാധാരണ നമ്മൾ അങ്ങനെ പറയാറില്ല, ശബ്ദം കാണട്ടെ എന്ന് പറയില്ല. കേട്ട ശബ്ദം എവിടെ നിന്നാണെന്ന് നോക്കാനാണ് നമ്മൾ തിരിയുന്നത്. യോഹന്നാൻ അറിയാം, ഇത് കേവലം ഒരു ശബ്ദം മാത്രമല്ല, ഇതിന്റെ പിന്നിൽ ഒരാളത്വമുണ്ട്. Normally we don't say I saw a voice, we often say I heard a voice and we turn in that way. But John says I saw a voice, meaning when he heard the voice and he knew some
person, a personality was behind that. That's why he was able to say that. Pentecostal worship is a noisy worship. അതിനകത്ത് ബഹളമുണ്ട്, ചാട്ടമുണ്ട്, നൃത്തമുണ്ട്, കയ്യടിയുണ്ട്. പക്ഷേ അതുകൊണ്ട് അവസാനിക്കരുത്. അതിന്റെ പിന്നിലൊരാളത്വമുണ്ട്. ഇന്ന് രാവിലെ അത് കണ്ടാണ് നിങ്ങളും ഞാനും മടങ്ങേണ്ടത്. A Pentecostal worship service has a lot of noise and sounds and music and different things going on. But beyond all that, we must see the personality and the voice of the Lord in the midst of our services. മനുഷ്യപുത്രനെ കണ്ടു എന്ന് 13-ാം വാക്യം പറയുന്നതിന് മുൻപ് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, 7 പൊൻനിലവിളക്കുകളെ ഞാൻ കണ്ടു. മറ്റൊന്ന്, മാറത്ത് പൊൻകച്ച കെട്ടിയ മനുഷ്യപുത്രനോട് സദൃശനായവരെ കണ്ടു എന്ന് പറയുന്നുണ്ട്. As he looked to see where the voice was coming from and who the voice is, he says, I saw the one standing in the midst of 7 lampstands, one like the Son of Man, clothed with a garment down to the feet and girded about the chest with a golden band. എന്താണ് ഈ ഗോൾഡൻ ലാംപ് സ്റ്റാൻഡ്സ്? പുറപ്പാട് 25 അധ്യായം നിങ്ങൾ വായിച്ചാൽ ദൈവാലയത്തിൽ മോശയുടെ കാലം മുതലുള്ളതാണ് ഈ ഗോൾഡൻ ലാംപ് സ്റ്റാൻഡ്. അവിടെ കയറുന്നവർക്ക് വെളിച്ചത്തിനുള്ള ഒരേ ഒരു ഉപകരണമാണ് ഈ 7 കവരങ്ങളുള്ള പൊൻനിലവിളക്ക്. എന്നാൽ ആ പൊൻനിലവിളക്കിനോടാണ് സഭയെ ദൈവത്തിന്റെ ആത്മാവിടെ വമിച്ചിരിക്കുന്നത്. What is the golden lampstand representing? Going back to the book of Exodus, you can see where the lampstand was given in the tabernacle. That was the one source of light for the people who came into the tabernacle, and that's what it's representing. ഏഷ്യമൈനാറിലുള്ള പ്രധാന പട്ടണമായ എഫെസോസിൽ ലോകാത്ഭുതങ്ങളിൽ ഒന്നായി എന്ന് പരിഗണിച്ചിരുന്ന അർത്തമീസ് ദേവിയുടെ മഹാക്ഷേത്രമുണ്ടായിരുന്നു. In the town of Ephesus, the statue or the monument to Artemis was found. ജ്യൂസിന്റെ ഒരുപാട് സിനഗോഗുകൾ ഉണ്ടായിരുന്നു. There were many synagogues available or evident. ക്രിസ്ത്യാനികൾക്ക് ഒരു പള്ളി പോലും ഉണ്ടായിരുന്നില്ല 300 വർഷങ്ങളോളം. For about 300 years, not a single church existed for Christians. ക്രിസ്ത്യൻസ് ഒരു ഇല്ലീഗൽ റിലീജിയൻ ആയിട്ടാണ് റോമ ഗവൺമെന്റ് കണക്കാക്കിയിരുന്നത്. The Roman government considered Christians to be illegal and Christianity to be an illegal religion. പക്ഷേ ഉയരത്തിൽ നിന്ന് അവരെ നോക്കുന്ന ഒരു ദൃശ്യമുണ്ട്. They are insignificant, illegal before the sight of the government. But when heaven looks them, they are golden lampstands in the world. സ്വർഗ്ഗത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ട്. അവർ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ക്രിസ്ത്യാനികൾ എന്ന് പറയപ്പെട്ടവർ, വിലയില്ലാത്തവർ, അവഗണിക്കപ്പെട്ടവർ, എങ്കിലും അവരെ കുറിച്ചാണ് പറയുന്നത് 7 നിലവിളക്കുള്ള നക്ഷത്രം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഈ രാജ്യത്ത് വന്നുകൊണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞ ഒരു മനോഹരമായ വസ്തുത, ആ നല്ല നല്ല സാങ്ച്വറികൾ ചർച്ചുകൾക്കുണ്ട്. പക്ഷേ അന്ന് ഇതുപോലെ സാങ്ച്വറികൾ ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യാനികളുടെ ആരാധനാലയങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വീടുകളിലൊക്കെ ആയിരുന്നു. എന്നാൽ അവിടെ അവരെ കണ്ടത് പൊൻനിലവിളക്കുകളായിട്ടാണ്. When I came to this country, I saw the beautiful sanctuaries that are available to Christians, but back in those days they didn't have that. But what was found and what was evident in those gatherings was the presence of God, the golden lampstands. ഇന്ന് രാവിലെ സഹോദരങ്ങളെ, ആ പൊൻനിലവിളക്കായി ഇവിടെ ഇരിക്കുന്ന 10 വർഷം 20 വർഷം 30 വർഷം 50 വർഷം മുമ്പ് കത്തിച്ചു വെച്ച നിലവിളക്കുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അതിന്റെ നടുവിലാണ് നമ്മുടെ കർത്താവിന്റെ സാന്നിധ്യമുള്ളത്. And we as the people are sitting here maybe 10, 20 or even 50 years. We are the lit golden lampstands, and in the midst of these lampstands is where the presence of God lives. എന്താ ഈ പൊൻനിലവിളക്കും ഈ നിലവിളക്കും ഈ നിലയങ്കിയും തമ്മിലുള്ള ബന്ധം? നിലയങ്കി മഹാപുരോഹിതന്റെ വേഷമാണ്. ആ നിലയങ്കി ധരിച്ച മഹാപുരോഹിതന് ഈ പൊൻനിലവിളക്കിന് മേൽ എണ്ണയൊഴിച്ച് തിരികത്തിച്ച് ആ പ്രകാശം ഉണ്ടാക്കുന്നത്. What's the correlation between the lampstands and the golden band is that they are ഈ പൊൻനിലവിളക്കുകളാണ് ഇതിന് വെളിച്ചം കൊടുക്കുന്നത്. മഹാപുരോഹിതനാണ് ചെയ്യുന്നത്. And there is a high priest who lights up the golden lampstands. എന്താ ഈ പുതിയ നിയമാർത്ഥം സഹോദരങ്ങളെ? ഇന്ന് രാവിലെ ഒരു മഹാപുരോഹിതൻ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ആരാധന കഴിയുമ്പോൾ ഓൾട്ടർ കോൾ നടത്തി പാസ്റ്റർ ജേക്കബ് മാത്യു, ഫിനോയ് ജോൺസണോ പാസ്റ്റേഴ്സോ നമ്മുടെ തലയിൽ ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചാൽ കൊള്ളാമെന്ന് നമുക്ക് ചിന്തയുണ്ടാകുക. മിക്കവാറും ഒരിടത്തും നടപ്പാകില്ല. എന്നാൽ ഇന്ന് രാവിലെ ഒരു മഹാപുരോഹിതൻ ഇവിടെ വന്നിട്ടുണ്ട്.
ഇവിടെയുണ്ട്. കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവരുടെ Amen. Praise ശിരസിൽ കൈവയ്ക്കാതെ പോകുന്നവനല്ല. ഇന്ന് രാവിലെ നമ്മുടെ ശിരസിൽ കൈവയ്ക്കുന്ന ഒരു മഹാപുരോഹിതൻ ഇവിടെയുണ്ട്. It may be not a practical way for to have the pastor lay his hand on every single person sitting here, but there's the high priest who is here, who will lay his hand and bless every single individual from the youngest to the oldest. യോഹന്നാൻ പറയുന്നു, മനുഷ്യപുത്രനോട് സദൃശനായവനെ കണ്ടു. I saw one like the Son of Man. ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 9 മുതൽ 14 വരെ, ബുക്ക് ഓഫ് ഡാനിയേൽ ചാപ്റ്റർ 7 വേഴ്സ് 9 to 14. പിന്നീട് നിങ്ങൾ വായിച്ചാൽ മതി. ആ കാലം മുതൽ സൺ ഓഫ് മാൻ എന്ന വാക്ക് ഇറ്റ് വാസ് an equivalent to Messiah. മനുഷ്യപുത്രൻ എന്ന വാക്ക് മശിഹ എന്നതിന്റെ പര്യായമായി നിലവിൽ വന്ന ഒരു വാക്കാണത്. The Son of Man became a term from the book of Daniel onwards that is similar to, equivalent in value to the word, the label of Messiah. ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഗോസ്പൽസിലാണ്. പക്ഷേ യേശുവിനെ ആരും മനുഷ്യപുത്രൻ എന്ന് വിളിച്ചിരുന്നില്ല. It's also used in the gospel, but no one referred to him as the Son of Man. യേശുവേ ദാവീദ് പുത്ര എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തന്നെ കുറിച്ച് പറയുമ്പോഴെല്ലാം അവിടുന്ന് ഉപയോഗിച്ച വാക്ക് the Son of Man എന്നത് മാത്രമായിരുന്നു. We see Christ being referred to as Jesus, Son of David, in multiple fashions, but when Christ himself referred to himself, he would say the Son of Man. ഏറ്റവും മഹാപുരുഷൻ ചോദിക്കുന്നു, ആർ യു ദ സൺ ഓഫ് ദ ലിവിംഗ് ഗോഡ് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ ഞാനാകുന്നു. മനുഷ്യപുത്രൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരും നിങ്ങൾ കാണും എന്ന് പറഞ്ഞാൽ ഇൻഡയറക്ട്ലി ഹി അഫർമിംഗ് ദാറ്റ് ഐ ആം ദ റൈറ്റ്ഫുൾ മെസ്സായ, ബട്ട് ഐ കെയിം ആസ് എ സഫറിംഗ് റെഡീമിംഗ് മെസ്സായ. Amen. സഹോദരങ്ങളെ, യേശു കർത്താവ് മാത്രമേ ആ വാക്ക് തന്നെ കുറിച്ച് പറയാൻ ഉപയോഗിച്ചുള്ളൂ. എന്താ ഇവിടെ അത് അർത്ഥമാക്കുന്നത്? യോഹന്നാൻ മനുഷ്യപുത്രനെ കണ്ടിട്ടുണ്ട്, കണ്ണുനീർ വാർത്ത, അതേ അപ്പം കൊടുത്ത, രോഗികളെ സൗഖ്യമാക്കിയ, കുഷ്ഠരോഗികളെ അങ്ങോട്ട് എന്ന് തൊട്ടു സൗഖ്യമാക്കിയ മനുഷ്യപുത്രനെ കണ്ടിട്ടുണ്ട്. ഇവിടെയുള്ള സന്ദേശം, യോഹന്നാനെ നീ പത്മോസിൽ കഷ്ടപ്പെടുമ്പോൾ എൻ്റെ ഓഫീസ് മാറി ഞാനിപ്പോൾ സ്വർഗത്തിലാണെങ്കിലും നിന്റെ വേദനയിൽ നിന്റെ അടുക്കൽ വരുന്ന മനുഷ്യപുത്രനാണ് ഞാൻ. Why is it that Christ himself referred to himself as the Son of Man in this context? In the Gospels, when we see him the Son of Man who comes and touches the leper, heals the lame, and we see that practice, that office being executed. In the same way, in the island of Patmos, Christ is saying, even though I have been transfigured, even though I now have my position in the heavens, I come to you in the island of Patmos as the Son of Man, in the midst of your pain, in the midst of your trial, to be the one that comforts you. Jesus once said, the Son of Man came not to be ministered unto, but to minister and to give his life as a ransom for many. ഇന്ന് രാവിലെ കർത്താവ് പറയുന്നു, ഞാൻ ശുശ്രൂഷിക്കാൻ വന്ന മനുഷ്യപുത്രനാണ്, അവന്റെ പിന്നിൽ നിൽക്കുന്നവരാണ് നിങ്ങളും ഞാനും. Christ is now telling us, I came to serve, not to be served, and we as the people of God are now behind him with that same principle. ഇന്ന് രാവിലെ സഹോദരങ്ങളെ, ആ മനുഷ്യപുത്രൻ ഉയർത്തപ്പെട്ട മനുഷ്യപുത്രനാണ്. സ്തേഫാനോസ് അവനെ കാണുന്നത് നന്നായിരിക്കുമ്പോഴേ കല്ലുകൾ വന്ന് ശരീരത്തിൽ പതിക്കുമ്പോൾ അവൻ പറയുന്നു, മനുഷ്യപുത്രൻ അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് കാണുന്നു. ഇന്ന് രാവിലെ നിങ്ങളുടെ കിടക്കയിൽ, ഹോസ്പിറ്റൽ ബെഡ്റൂമിൽ അല്ല, നിങ്ങൾ വേദനിക്കുന്ന ഏതൊരവസരത്തിലും നിങ്ങളുടെ അടുക്കൽ നിൽക്കുന്ന ഒരു മനുഷ്യപുത്രനെ ഇന്ന് രാവിലെ നമ്മുടെ കണ്ണു തുറന്ന് കാണാൻ കഴിയും. When Stephen saw this high priest, when Stephen saw Messiah, he said, I see him standing. It's not when he was all in a convenient time frame, when he was being pelted by stones, is when he saw that. And this morning we should have that same experience. യോഹന്നാനുണ്ടായ അടുത്ത അനുഭവം എന്ന് പറയുന്ന മനുഷ്യപുത്രനെ കണ്ടു. ഇന്ന് രാവിലെ സഹോദരങ്ങളെ, നമ്മുടെ മനുഷ്യപുത്രൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ അവർ പറഞ്ഞു, ചില സന്ദർഭങ്ങൾ അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ ഒടുവിൽ അവർ പറഞ്ഞു, നോ, വി ഡോണ്ട് നീഡ് ദിസ് സൺ ഓഫ് മാൻ, വി നീഡ് ബറബാസ്. ഞങ്ങൾ
ഞങ്ങൾക്ക് ബറബാസിനെ മതി, അവനെ ക്രൂശിക്ക എന്ന് ലോകം വിളിച്ചു പറഞ്ഞു. Many people misunderstood Christ, even though Christ referred to himself as the Son of Man. They said, no, this is not the Son of Man whom we need. We need Barabbas. And Barabbas was delivered, and Son of Man was said, let to be crucified. ആ മനുഷ്യപുത്രൻ ക്രൂശിൽ കിടക്കുമ്പോൾ ആളുകൾ പറഞ്ഞു, നിന്നെ തന്നെ രക്ഷിക്കാൻ കഴിയില്ല, ഇറങ്ങി വാ. It was a failure for the common people. പക്ഷേ ആ മനുഷ്യപുത്രൻ ഇന്ന് രാവിലെ ഉയർത്തപ്പെട്ടവനായി നമ്മുടെ നടുവിൽ നിൽക്കുകയാ. സ്വർഗഭണ്ഡാരത്തിന്റെ ഉടമസ്ഥനായി നിൽക്കുക. എന്നെയും നിങ്ങളെയും ശക്തീകരിക്കാനും ബലപ്പെടുത്താനും സൗഖ്യമാക്കാനും അവൻ ഇന്ന് രാവിലെ ഇവിടെയുണ്ട്. When he was crucified, people mocked him by saying, you are the Son of God, why don't you rescue yourself? But that's not what happened at all. Now we see the Son of Man in the midst of us, comforting us, healing us, strengthening us as we go through our daily lives. ഇന്ന് രാവിലെ സഹോദരങ്ങളെ, മനുഷ്യപുത്രൻ എന്ത് പാഠമാണ് പഠിപ്പിക്കുന്നത്? മനുഷ്യപുത്രൻ പറഞ്ഞു, ഞാൻ ശുശ്രൂഷകളെല്ലാം സ്വീകരിക്കാൻ വേണ്ടിയല്ല, ടു ഗീവ്, നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കാൻ. ഇന്ന് രാവിലെ ഈ തിരുമേശ നമ്മുടെ അടുക്കലുണ്ട്. ഒരു തിരുമേശയുടെ അടുക്കൽ വന്നപ്പോഴാണ് അവർ ചോദിച്ചത്, ഹൂ ഈസ് അമംഗ് us great? അവിടെയാണ് കർത്താവ് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് കാര്യം പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തത്. ഈ തിരുമേശ നമ്മോട് പറയുന്നു, ശുശ്രൂഷ ഏൽക്കുകയല്ല, ശുശ്രൂഷിക്കാൻ, ഒരിക്കൽ കൂടെ നമ്മളെ ഡെഡിക്കേറ്റ് ചെയ്യാൻ ഇന്ന് രാവിലെ ഈ ആരാധനയിൽ നമുക്ക് കഴിയണം. It was at the Lord's table, the disciples had an argument amongst themselves, who is the greatest among all. That's where Christ called up a young child and said, this is how you ought to be. And he goes on to say, I didn't come here to be served, I came here to serve. And when we come to the table, that's what we realize, that we must also have the same mindset. നാലാമത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 17-ാം വാക്യമാണ്. അതിനിടയിലുള്ള വാക്യങ്ങൾ ഞാൻ വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല, നമ്മുടെ മുമ്പിൽ സമയമില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വേഴ്സ് 17 എന്താ നമ്മോട് പറയുന്നത്? മലയാളത്തിൽ അവചനം പറയുന്നത്, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. In verse 17, when I saw him, I fell at his feet as dead. സഹോദരങ്ങളെ, ആരാധനയുടെ ക്ലൈമാക്സ് ഒരു ഡാൻസിങ് അല്ല. The climax of a worship service is not a dance. I am not against dancing, singing. Emotional expressions are part of Pentecostal worship, that is there. But the climax of Christian worship is nothing other than surrendering at the feet of Christ. ഒരു യഥാർത്ഥ ക്രിസ്തീയ ആരാധന എന്ന് പറയുമ്പോൾ ആഹ്ലാദമോ സന്തോഷമോ അല്ല. അതിനൊന്നും ഞാൻ എതിരല്ല, പാട്ടുകൾക്ക് എതിരല്ല. പക്ഷേ അതിനെല്ലാം ഉപരിയായി നമ്മൾ പൂർണ്ണ സമർപ്പണമാണ് നമ്മുടെ ക്രിസ്തീയ ആരാധനയുടെ അത്യുച്ചാഗ്രഹം എന്ന് പറയുന്നത്. യോഹന്നാൻ പറയുന്നു, അവനെ കണ്ടിട്ട്, അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നു, ഞാൻ അവന്റെ കാൽക്കൽ വീണു. And John says, when I saw him, I fell at his feet. John 6, Gospel of John chapter 6 verse 15, യേശുവിൻ്റെ നിലയിൽ കിരീടം വെക്കാൻ ആളുകൾ വന്നു, പക്ഷേ കർത്താവ് നിന്നു കൊടുത്തില്ല. കർത്താവ് വാങ്ങി മലയിലേക്ക് പോയി എന്ന് എഴുതിയിരിക്കുന്നത്. When people came and tried to put a crown on Christ in the Gospel of John chapter 6, Christ didn't give in to that. They said he withdrew from the people. There were many occasions like that, but let me say few verses. You can read them or meditate after that. Matthew chapter 2 verse 11, Matthew 9:18, Matthew 14:33, Matthew 28:7, Mark 5:6, 5:23, Mark 7:25, Luke 7:41, 17:15, 24:52, and John chapter 9 verse 38, 11 verse 32, and here in Revelation 1:17. ഇവിടെയെല്ലാം നമ്മൾ കാണുന്നത് ഏതെങ്കിലും ഒരാളുകൾ യേശുവിൻ്റെ കാൽക്കൽ വീഴാൻ വന്നു. ആരോടും കർത്താവ് വീഴണ്ട എന്ന് പറഞ്ഞിട്ടില്ല. In these verses that the servant just read out, in all those instances somebody comes to fall at the feet of Jesus, and not in one of those instances Christ say, do not fall. 10 to 12 references നമുക്ക് കാണാൻ കഴിയും. ആരോടും കർത്താവ് വീഴണ്ട എന്ന് പറഞ്ഞിട്ടില്ല. യേശുവിന് വേണ്ടത് അവന്റെ തലയിൽ കിരീടം വയ്ക്കാൻ വരുന്നവരെ അല്ല. He is the King of Kings, born as the King. അവന്റെ തലയിൽ കിരീടം വയ്ക്കാൻ നമ്മളാരും വളർന്നിട്ടില്ല. എന്നാൽ ഈ ആരാധനയിൽ യേശുവിന്റെ കാൽക്കൽ വീഴാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. Everybody who came to fall at the feet of Jesus, he never stopped from them doing that. But anybody who came to put
put a crown on the head of Jesus, he said, no, you're not able, you have not grown enough to do that. The climax, the purpose is for us to fall at the feet of Christ. True mark of Christian worship is falling at the feet and surrendering the whole life to Him. ക്രിസ്തീയ ആരാധനയുടെ ഏറ്റവും തെളിവായ സത്യമായ തെളിവെന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ കാൽക്കൽ വീഴുക എന്ന് മാത്രമാണ്. സഹോദരങ്ങളെ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ പണം, നമ്മുടെ കഴിവ്, നിങ്ങളുടെ കൃപാവരങ്ങൾ ഒരുപക്ഷെ കിരീടങ്ങളായി നിങ്ങൾ കാണുന്ന പലതുണ്ടാകാം. ആരാധനയിൽ നമ്മുടെ ശിരസിലല്ല, യേശുവിന്റെ കാൽക്കലാണ് അത് വീഴേണ്ടത്. You might look at your talents and abilities and gifts that you have been blessed by and say, those are my crowns. It doesn't matter. Worship must be where we fall and surrender at the feet of Christ. നാം കാണുന്നത്, ഒടുവിലത്തെ അനുഭവം നാം കാണുന്നത്, കാൽക്കൽ വീണ യോഹന്നാന്റെ മേൽ യേശു കർത്താവിന്റെ വലങ്കരം വരികയാണ്. And the last thing that we see in this experience is John, who has fallen at his feet, is now seeing the hands of the Lord upon him. കർത്താവ് ഒരു കാര്യം കൂടെ, യോഹന്നാനെ ഞാൻ മരിച്ചവനായിരുന്നു, ഫുൾ സ്റ്റോപ്പില്ല, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാലിതാ എന്നേക്കും ജീവിച്ചിരിക്കും. There is a contrast between the Domitian Kaiser and Jesus. അതേ യേശു പറയുന്നു, ഞാൻ മരിച്ചു, പക്ഷേ ഞാൻ എന്നേക്കും ജീവിച്ചു എന്ന് മാത്രമല്ല, ചാവി, the keys of hell എൻ്റെ കയ്യിലാ. 2024 മരണം ഒരുപാട് പ്രാവശ്യം നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ വന്ന് മുട്ടി വിളിച്ചെങ്കിലും ചാവി യേശുവിന്റെ കയ്യിലായിരുന്നു, അവൻ തുറന്നു കൊടുത്തില്ല. In that interaction, Jesus says, I was dead, but he didn't complete the sentence there. He didn't put a period there. He says, I was dead, now I'm victorious. It's no longer the key. I have the keys of Hades with me. In this year itself, the death may have come to our door and knocked many times, but our Lord said, I have the keys to the death, and no one can overcome that. Let me say, brothers, who determine our destiny, it's not the boss, it's not the manager, it's not the director, it's not anyone. Amen. Your father-in-law, your father, your relatives. No, it is the Almighty God, Jesus, who conquered sin and death. He is the one who determines our destiny. അവൻ ഇന്ന് രാവിലെ നമ്മുടെ ശിരസിൽ കരം വയ്ക്കാൻ അവന്റെ കാൽക്കൽ വീഴാം. നമ്മൾ എത്തിച്ചേണ്ട സ്ഥലത്ത് എത്തിക്കുവാൻ നമ്മളെ കുറിച്ച് ചിന്തിക്കുന്ന വേറെ ആരുമല്ല, തീരുമാനിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ പിതാവോ മാതാവോ സഹോദരങ്ങളോ മാനേജറോ ഒന്നുമല്ല. നമ്മുടെ മേൽ തലവേൽ കൈവച്ച് നമ്മളെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുവാൻ കഴിവുള്ള പ്രാപ്തിയുള്ള ഒരേ ഒറ്റ വ്യക്തിയേ ഉള്ളൂ. അതാണ് നമ്മുടെ ക്രിസ്തു, അതാണ് ദൈവം. ആ ക്രിസ്തുവിന്റെ കാൽക്കലാണ് നമ്മൾ വീഴേണ്ടത്. യോഹന്നാൻ പറയുന്നു, ഇവൻ ആത്മനിറവിലായി, ഞാൻ അവൻ്റെ ശബ്ദം കേട്ടു, ഞാൻ അവനെ കണ്ടു, ഞാൻ അവൻ്റെ കാൽക്കൽ വീണു, അവൻ്റെ കരം എൻ്റെ മേൽ വന്നു. John says, I was in the spirit, I saw the voice, I turned and I fell at his feet and his hands were laid on me. സഹോദരങ്ങളെ, ഗോശാലയിലെ ക്രിസ്തുവും ഗോൽഗോത്തായിലെ ക്രിസ്തു മാത്രമല്ല, the Jesus of history is same Christ or faith. അതുകൊണ്ട് ആ ക്രിസ്തു മാത്രമല്ല, ഉയർത്തപ്പെട്ട ക്രിസ്തുവിനെയാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾ കാണേണ്ടത്. It's not just the Christ that we see in the Goshen or in the Christ that we see Golgotha. This morning we are seeing the Christ who also raised up and was resurrected. എൻ്റെ സമയം അവസാനിച്ചു സഹോദരങ്ങളെ. ആരാധന എന്ന് പറയുന്നത് യേശുവിൻ്റെ കാൽക്കൽ നമ്മയും നമുക്കുള്ള സകലത്തെയും അർപ്പിക്കുന്നതിൻ്റെ പേരാണ് worship എന്ന് പറയുന്നത്. Worship is truly defined as where we fall at the feet of Christ and completely surrender. Revelation chapter 4 verse 10 and 11, chapter 5 verses 9 to 14, രണ്ട് പാസേജും അവസാനിക്കുന്നത് യേശുവിൻ്റെ പാദത്തിൽ കിരീടങ്ങൾ ഇട്ട് വീണ് നമസ്കരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. In the Revelation chapter 4 and verse 9 through 11 and chapter 5 verses 9 through 14, all those passages end with saying that all the crowns were laid at the feet of Christ. സഹോദരങ്ങളെ, ഈ മേശയുടെ അടുക്കിലേക്ക് നിങ്ങളും ഞാനും ചെല്ലുമ്പോൾ അതിനു മുൻപായി ജീവിതങ്ങളെ സമ്പൂർണ്ണമായി സറണ്ടർ ചെയ്യാൻ ഇന്ന് രാവിലെ കർത്താവിൻ്റെ കാൽക്കൽ വീഴാം. അവൻ്റെ കരങ്ങൾ നമ്മുടെ മേൽ വരും. ആ കരങ്ങൾ നമ്മെ ബലപ്പെടുത്തട്ടെ. വചനം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. ഈ അവസരം തന്ന കർത്തദാസനോടും സഭയോടും ദൈവദാസന്മാരോടും നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു.